യുദ്ധഭൂമിയിൽ പല കാര്യങ്ങളും ആശയവിനിമയം നടത്തുന്നത് അവർ ആംഗ്യങ്ങളിലൂടെയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ആംഗ്യമാണ് ഇരു കരങ്ങളും ഉയർത്തുക എന്ന് പറയുന്നത്. ഒരു വ്യക്തി അങ്ങനെ ചെയ്താൽ, ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ ചെയ്താൽ, ഒരു സൈന്യം അങ്ങനെ ചെയ്താൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇനിയും യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ കരങ്ങളിലെ ആയുധങ്ങളെല്ലാം ഞങ്ങൾ താഴെ വച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഹാനി വരുന്ന രീതിയിൽ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. ഞങ്ങൾ പരിപൂർണമായും നിങ്ങളുടെ ആഗ്രഹത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ യുദ്ധം മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു പോയിന്റിലേക്ക് ഒരു സൈന്യത്തെ എത്തിക്കുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇരു കരങ്ങളും ഉയർത്തിയാൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് സറണ്ടറിങ് അഥവാ സമർപ്പണം. ഒരിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ യുദ്ധം ശേഷിക്കുന്നില്ല, യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള സറണ്ടറിങ്, സമർപ്പണം നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. ചില സ്ഥലങ്ങളിൽ നമ്മളുടെ എല്ലാം തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ളൊരു സമർപ്പണം ഈ ഭൂമിയിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മളുടെ സ്വന്തം ഇച്ഛപ്രകാരം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും മനോഹരമായ സമർപ്പണം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ സമർപ്പണങ്ങൾ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം അവസാനിക്കുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ നാം സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാക്കും വാഗ്ദത്തവും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എന്താണ് സമർപ്പിക്കേണ്ടത്? നമ്മളുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വന്തം വഴികളെ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, നമ്മളെ നിയന്ത്രിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ മുഴുവനും നാം ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഇതുവരെയും ഉണ്ടായിരുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെയെല്ലാം മാറ്റി നമ്മളെ റീപർപ്പസ് ചെയ്ത് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ സമർപ്പണം എന്ന് പറയുന്നത്. മനുഷ്യരുടെ മുൻപിൽ നമ്മളിങ്ങനെ സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട് നമുക്ക് ഒന്നും ലഭ്യമാവുകയില്ല. അവർ നമ്മളെ ദുരുപയോഗിക്കും. നാം എന്ത് സമർപ്പിച്ചുവോ അതെടുത്ത് നാളെ അവർ നമുക്കെതിരെ പ്രയോഗിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എന്തിനെയെല്ലാം സമർപ്പിക്കുന്നുവോ അതിനെയെല്ലാം നമ്മുടെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് നാളെ അത് നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച്, നിങ്ങളുടെ ജോലി സംബന്ധിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് എന്തു ചെയ്യണം എന്ന് അറിയാതെ ഭാരപ്പെട്ട് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി, നമ്മളുടെ കരങ്ങൾ ഉയർത്തി ആ ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്.